ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വെഫിൽ. ഡിസംബർ മന്താണല്ലോ, സോ ക്രിസ്മസ് ടൈം. അങ്ങനെ പിൻട്രസ്റ്റ് നോക്കിപ്പോയപ്പോൾ കിട്ടിയ ഐഡിയാസ് കൊണ്ട് നിങ്ങൾക്കൊരു ക്യൂട്ട് ക്രിസ്മസ് മേക്ക് ഓവർ കാണിച്ചു തരട്ടെ. സോ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഷോപ്പിലെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാര്യം നല്ല തിരക്കായിരുന്നു. ക്രിസ്മസ് ടൈമല്ലേ. ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള വളരെ കുറച്ച് ഐറ്റംസ്. ഫസ്റ്റ് നമ്മൾ ഈ കുഞ്ഞൻ ടേബിളിലാണ് ഒരു ക്രിസ്മസ് മേക്ക് ഓവർ കൊടുക്കുന്നത്. മെയിൻ ഡെസ്ക് ഞാൻ കൊടുക്കുന്നില്ല, ഹാങ്ങിങ് വൈൻസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതൊന്നും ഇനി വലിച്ചു പറിക്കാൻ എന്നെ കൊണ്ടുപോയ്യ. പിന്നെ നമുക്ക് ഈ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാം. അതിന് ഞാൻ ഹാൻഡ് വാക്വം യൂസ് ചെയ്ത് എല്ലാ പൊടികളും അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സ്റ്റാൻഡ് പോലൊരു സാധനം സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ഗാർലൻഡ് നമുക്ക് വെച്ച് കൊടുക്കാം. ആക്ച്വലി ഞാനിത് കട്ട് ചെയ്താണ് വെച്ച് കൊടുക്കുന്നത്, ആ ഒരു സൈഡിൽ മാത്രമായിട്ട്. ഇനി നമുക്ക് ക്രിസ്മസ് വൈബ് വരാനായിട്ട് ഒരു ക്രിസ്മസ് ഫോട്ടോ നമുക്കൊന്ന് ഫ്രെയിം ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ടേബിളിൽ വെച്ചിരുന്ന ഈ സ്വാനിൻ്റെ മാറ്റി ഈ ഒരു ക്രിസ്മസ് ട്രീ വരുന്ന ഒരു തീമിലുള്ള ഒരു ഫോട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോ കാണുമ്പോഴേ ഒരു ക്രിസ്മസ് തീം, ഈ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ളൊരു ക്രിസ്മസ് വൈബ് അതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഫോട്ടോയും വെച്ച് കൊടുത്തു. ഇനിയാണ് നമ്മുടെ ഹീറോ എത്തുന്നത്, നമ്മുടെ ക്രിസ്മസ് ട്രീ. വളരെ കുഞ്ഞൻ ക്രിസ്മസ് ട്രീയാണ് ഞാൻ മേടിച്ചത്, ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇത് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ആണ്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്താലോ? ഗൈസ്, ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത, എന്നാൽ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു ക്രിസ്മസ് മെമ്മറി ഞാൻ പറയാം. കുഞ്ഞിനെ തൊട്ടേ എനിക്ക് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു പുൽക്കൂട് ഒരുക്കാനും ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനും കേക്ക് കട്ട് ചെയ്യാനും അങ്ങനെ എല്ലാ പരിപാടിക്കും ഞാനായിരിക്കും വീട്ടിൽ മുന്നേ നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ട്രീസും പുൽക്കൂടും ഒക്കെ ഒരുക്കാനായിട്ട് ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും സൺഡേ ഡ്രോയിങ് ക്ലാസ്സിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, സൺഡേ സേവനവാരത്തോടനുബന്ധിച്ച് എൻ്റെ അച്ഛനും അമ്മയും കൂടി റൂം ക്ലീൻ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ക്രിസ്മസ് പെട്ടി കൊണ്ടിട്ട് കത്തിച്ചു. കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ അത്രയും സന്തോഷത്തോടെ, ഞാൻ അത്രയും എൻ്റെ പൊന്നു പോലെ ഞാൻ കരുതിയിരുന്നു എൻ്റെ ക്രിസ്മസ് സാധനങ്ങൾ ഇവരെല്ലാം എടുത്ത് കത്തിച്ചു കളഞ്ഞു. ചോദിച്ചപ്പോൾ പറഞ്ഞു അതെന്തോ ആക്രി സാധനമല്ലേ, അതുകൊണ്ട് ഞങ്ങളെടുത്ത് ക്ലീൻ ചെയ്തപ്പോൾ കത്തിച്ചതാണ്. ഇപ്പോൾ എത്രയൊക്കെ ക്രിസ്മസ് സാധനങ്ങൾ നമ്മൾ പുതുതായിട്ട് മേടിച്ചാലും ആ പഴയ സാധനങ്ങൾ ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്, അതെനിക്ക് കിട്ടൂല എത്രയെന്ന് പറഞ്ഞാലും. ഞാൻ അതിൻ്റെ പേരും പറഞ്ഞ് ഇപ്പോഴും ഞാൻ വീട്ടുകാരി ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പാരൻസിനോടാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഒരു സാധനം അവരോട് ചോദിക്കാണ്ട് നിങ്ങളൊന്നും ചെയ്യരുത്. അത് അവർക്കുണ്ടാക്കുന്ന മുറിവ് വളരെ വലുതാണ്, അതൊരിക്കലും മനസ്സിൽ നിന്ന് പോവില്ല. ഇതെപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീയിലേക്ക് തിരിച്ചു വരാം. ലാസ്റ്റായിട്ട് നമ്മളൊരു ക്രിസ്മസ് സ്റ്റാർ കൂടി ടോപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോറിനേഴ്സിൻ്റെ വീട്ടിലൊക്കെ മെയിനായിട്ട് കാണുന്നതാണ് റെഡ് റിബൺസ് വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഞാനും കുറച്ച് കുട്ടി കുട്ടി ബോസ് ഉണ്ടാക്കിയിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നു. നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്കൊരു ക്രിസ്മസ് വീട് സെറ്റ് ചെയ്യാം. പിൻട്രസ്റ്റിൽ കുറേ റെഫറൻസ് ഞാൻ നോക്കിയായിരുന്നു. ലാസ്റ്റ് ഞാനൊരു റെഡ് ക്രിസ്മസ് വീട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഇതുപോലെ ഏതെങ്കിലും ഒരു കാർഡ്ബോർഡ് ബോക്സ് ഒരു വീടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, പിന്നെ ഒരു റൂഫും കൂടി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് റെഡ് ചാർട്ടോ റെഡ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള എടുക്കാം. എന്നിട്ട് ഇതുപോലെ വീടിൻ്റെ ആ ഷേപ്പിലുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പെയിൻ്റ് അടി കഴിഞ്ഞു. പിന്നെ ഇനി റൂഫാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ എൻ്റെ കൈ കണ്ടായിരുന്നു, ആ ചാർട്ടിൻ്റെ കളറാണ് എൻ്റെ കൈകളിൽ മൊത്തമായത്. റൂഫ് നമ്മൾ ഇതുപോലെ വൈറ്റ് കളർ പേപ്പറും കൂടെ ഒട്ടിച്ച് കൊടുത്ത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ലാസ്റ്റ് കുറച്ച് വിൻഡോസും ഡോറും ഒരു ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ട്രീത്തും ഒക്കെ വെച്ച് നമ്മുടെ വീട് ഇതുപോലെ സെറ്റായിട്ടുണ്ട്. സ്നോ എഫക്റ്റ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കോട്ടനാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ആ ക്രിസ്മസ് വീടും കൂടി അവിടെ വെച്ച് കൊടുത്തു. നെക്സ്റ്റ് ഒരു സിൽവർ കളറിലുള്ള ഒരു റെയിൻഡിയറിനെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ അതിനെ കാണാനായിട്ട്. പിന്നെ ഒരു കുട്ടി ക്രിസ്മസ് പപ്പ, പിന്നെ കുറച്ച് 2-3 ബോൾസൊക്കെ താഴെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ല ബോൾസായിരുന്നു കാണാനായിട്ട്, നല്ല രസമുണ്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ലുക്ക് ഉണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ വേറൊരു സിൽവറും റെഡ് കളറും ബോളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്നും ഞാൻ വയ്ക്കുന്നില്ല, കുറച്ച് ആവശ്യത്തിന് മാത്രമേ ഞാൻ വയ്ക്കുന്നുള്ളൂ, ഓവറാക്കണ്ടല്ലോ. നെക്സ്റ്റ് വേറൊരു സ്റ്റാറും കൂടെ ഇരുന്നു, അതും കൂടെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തു. പിന്നെ വേറൊരു ക്രിസ്മസ് ട്രീ കൂടി വെച്ചു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാനുള്ളതാണ്. എൻ്റെ ക്രിസ്മസ് ട്രീ ഇതൊന്നും വെയിറ്റ് താങ്ങൂല, അതുകൊണ്ട് ഇതും കൂടെ സൈഡിൽ വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഈ ബെഡ് സൈഡ് ടേബിളിൻ്റെയും കൂടെ നമുക്കൊരു
കുട്ടി ക്രിസ്മസ് മേക്ക് ഓവർ കൊടുക്കാം. അതിനായിട്ട് എനിക്കൊരു ക്രിസ്മസ് ട്രീ DIY ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ ഈ നോഫോക്ക് ഐലൻഡ് പൈൻ എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ ഇതിനെ കണ്ട ക്രിസ്മസ് ട്രീ എന്നേ എല്ലാവരും പറയും. ഇതിൻ്റെ ഓരോരോ ലീഫും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സ്റ്റിക്കിൽ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ സെല്ലോ ടേപ്പ് യൂസ് ചെയ്താണ് ഇത് ഒട്ടിച്ചു കൊടുത്തത്. ഇത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നല്ല പാടായിരുന്നു. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്തല്ലേ പറ്റൂ. നല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു ഈ പ്രോസസ്സ്. ഒരുപാട് ടൈം എടുത്ത് ഇത് ചുറ്റി കൊടുത്ത് ലാസ്റ്റ് ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ലുക്കിലേക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബോട്ടം പോർഷനിൽ വരുന്ന എക്സ്ട്രാ കിടക്കുന്ന ലെങ്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ഒരു ക്രിസ്മസ് ട്രീ ലുക്ക് വരുള്ളൂ. ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രീ ഈ ട്രീ തന്നെയാണ്. നമ്മുടെ സ്വന്തം കയ്യിലുണ്ടാക്കുന്ന ട്രീക്ക് ഒരു പ്രത്യേക രസമല്ലേ. അതിനുശേഷം ഒരു റെഡ് റിബണിൽ ഗോൾഡൻ ബോൾ ഇങ്ങനെ പിൻ ചെയ്ത് അതും നമ്മൾ വെച്ച് കൊടുത്ത് ബാക്കി ലീവ്സിലൊക്കെ നമ്മളിതുപോലെ ഗോൾഡൻ ബോൾസ് ഒട്ടിച്ചു കൊടുത്തു. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ടേബിളിലും കൂടെ വെച്ച് കൊടുത്തപ്പോൾ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഗ്രീൻ ട്രീ ഭയങ്കര രസമായിരുന്നു. നെക്സ്റ്റ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ക്രിസ്മസ് ടെലിഫോൺ ബൂത്ത് ഓർ പോസ്റ്റ് ഓഫീസ്. നിങ്ങൾക്ക് ഏതാ തോന്നിയതെന്ന് എനിക്കറിയില്ല. ഇത് ആക്ച്വലി ഒരു ടൂത്ത് പിക്ക് ഹോൾഡറാണ്. അതിൽ ഞാൻ കളറൊക്കെ ചെയ്ത് ഒരു ക്രിസ്മസ് ട്രീത്തൊക്കെ വെച്ച് കൊടുത്ത് ഉണ്ടാക്കിയതാണ്. അത് നമ്മൾ വെച്ച് കൊടുത്തു. പിന്നെ ഇതൊരു മിനി ക്രിസ്മസ് ട്രീ, അതും വെച്ച് കൊടുത്തു. ആ ടേബിൾ നിറയെ ക്രിസ്മസ് ട്രീ ആണ്. പിന്നെ ഇത് വേറൊരു ക്രിസ്മസ് ട്രീ. ആക്ച്വലി ഇത് ലൈറ്റ് കത്തുന്നതാണ്. ഇതിൻ്റെ സെൽ എൻ്റെ കയ്യിലില്ല, ഉള്ളത് കുറച്ച് വലുതാണ്. പക്ഷേ നമുക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതും വെച്ച് കൊടുത്തു. പിന്നെ ഒരു ക്രിസ്മസ് കപ്പാണ്, നമുക്കതും വെച്ച് കൊടുക്കാം. ഒരു വൈബ് ആയിക്കോട്ടെ, ക്രിസ്മസ് വൈബ്. പിന്നെ ഒരു വൈറ്റ് ക്യാൻഡിൽ വിത്ത് റെഡ് റിബൺ. ക്യാൻഡിൽസ് ഇല്ലാതെ എന്ത് പരിപാടി, അതും നമുക്ക് വെച്ച് കൊടുക്കാം. ദ ഹോൾ ലുക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ ഫോറിനേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ടൈപ്പിൽ. നെക്സ്റ്റ് ഞാൻ തന്നെ വരച്ച ഒരു റെയിൻഡിയറിൻ്റെ ഒരു ഫോട്ടോയാണ്, പക്ഷേ വെച്ച് കൊടുക്കാൻ സ്ഥലമില്ല. നെക്സ്റ്റ് ഒരു ക്രിസ്മസ് ട്രീത്താണ്. അത് നമ്മുടെ മെയിൻ ക്രിസ്മസ് ട്രീ വരുന്ന ആ ഒരു ടേബിളിന് മുകളിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഹാങ്ങിങ്സ് ചെയ്യാനാണ്. ജിഞ്ചർ ബ്രെഡ്, സോക്സ്, പിന്നെ ക്യാൻഡി സ്റ്റിക്ക്, ഇതെല്ലാം കൂടി യൂസ് ചെയ്തൊരു ഹാങ്ങിങ്സ് ഉണ്ടാക്കി ആ മെയിൻ ടേബിളിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാനായിരുന്നു എൻ്റെ ഐഡിയ. വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ക്രിസ്മസ് തീം വരുമ്പോൾ ഭയങ്കര രസമല്ലേ കാണാൻ. ഇനി നമുക്ക് കുറച്ച് കുട്ടി പോസ്റ്റേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഒരു ക്രിസ്മസ് പപ്പയുടെ ഒരു പോസ്റ്റർ, അത് വെച്ചു. പിന്നെ വേറെ സ്നോമാൻ, റെയിൻഡിയർ, കുറച്ച് ബെൽസ്, പിന്നെ ഒരു സ്നോ ഡോർ, ഇതെല്ലാം വെച്ച് കൊടുത്തു. ഇത്രയും പോസ്റ്റേഴ്സ് ബാലൻസ് വന്നു. ഇത് എവിടെയും വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ക്രിസ്മസ് സ്റ്റിക്കാണ്, ഇതും വെച്ച് കൊടുക്കാൻ പ്രത്യേകിച്ച് സ്ഥലമില്ല. എന്നാലും ഞാൻ എൻ്റെ സൈഡിലായിട്ട് ഹാങ് ചെയ്തു. ഇതാണ് നമ്മുടെ ഹോൾ ലുക്ക് വരുന്നത്. ഗായ്സ്, ഇനി ഞാനും പോയി ക്രിസ്മസ് വൈബിൽ വരാം. ഇതിൽ കണ്ടോ, കുറേ കുട്ടി ക്രിസ്മസ് ട്രീസ് ഇല്ലേ. അപ്പം ഞാനും ക്രിസ്മസ് വൈബിലായില്ലേ. ഇനി നമുക്ക് നമ്മുടെ മേക്ക് ഓവറിൻ്റെ ഹോൾ വീഡിയോ കണ്ടിട്ട് വരാം.